ഓഗസ്റ്റ് 15-ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തും. അലാസ്കയിൽ വെച്ചാണ് കൂടിക്കാഴ്ച. റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അന്തിമ കരാറിൻ്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച. യുക്രൈൻ യുദ്ധത്തിൽ 12 ദിവസത്തിനുള്ളിൽ സമാധാന കരാറിലെത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 50 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഓഗസ്റ്റ് ആദ്യം ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപിൻ്റെ അന്ത്യശാസനത്തിനെതിരെ പുടിൻ്റെ അടുപ്പക്കാരനും റഷ്യയുടെ മുൻ പ്രസിഡന്റുമായ ദിമിത്രി മെദ്വദേവ് രംഗത്ത് വന്നിരുന്നു. റഷ്യ യുക്രൈൻ പ്രസിഡന്റുമാരുടെ കൂടിക്കാഴ്ചയിൽ യുദ്ധത്തിന് അറുതി വരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പുടിൻ ട്രംപ് ഉച്ചകോടിക്ക് മുമ്പ് റഷ്യയുടെ വമ്പൻ മിസൈൽ ആയുധശേഖരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ടോപോൾ-M, സർമാറ്റ് ICBMകൾ മുതൽ ബുലാവ, കിൻസാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ നീളുന്ന വിപുലമായ ആയുധശക്തിയാണ് റഷ്യയ്ക്കുള്ളത്. റഷ്യയുടെ ആണവക്കരുത്തും അമ്പരപ്പിക്കുന്നതാണ്. INF ഉടമ്പടി അഥവാ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി തകർന്ന ശേഷം US-ഉം പടിഞ്ഞാറൻ രാജ്യങ്ങളും റഷ്യയുടെ പുതിയ ആയുധങ്ങളെ ഭയപ്പെടുന്നു. പുടിൻ്റെ മാരകമായ മിസൈലുകൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. അതിനിടെ റഷ്യയുടെ മിസൈൽ ആയുധശേഖരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ റഷ്യൻ മാധ്യമമായ RT ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ സൈനിക പരീക്ഷണ ശ്രേണികൾക്കുള്ളിലും സമുദ്രങ്ങൾക്കടിയിലും നൂറുകണക്കിന് മിസൈലുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റോഡ്, മൊബൈൽ, ഇന്റർകോണ്ടിനെന്റൽ സിസ്റ്റങ്ങൾ മുതൽ ഏത് പ്രതിരോധ ശൃംഖലയിലൂടെയും കടന്നുപോകാൻ രൂപകൽപ്പന ചെയ്ത ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ വരെ ഇവയിൽ ഉൾപ്പെടുന്നു. റഷ്യയുടെ ലോഞ്ചറുകൾ രാജ്യത്തുടനീളം സജ്ജീകരിച്ചിരിക്കുന്നു. ന്യൂക്ലിയർ സബ്മറൈനുകൾ നിശബ്ദമായി സമുദ്രങ്ങളിൽ പട്രോളിംഗ് നടത്തുന്നു. ബോംബറുകൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ വായുവിലേക്ക് പറക്കാൻ കഴിയും. റഷ്യയുടെ മിസൈൽ സേന ലോകത്തെ തന്നെ സാങ്കേതികമായി വൈവിധ്യമുള്ളതും സങ്കീർണവുമായ ആയുധ ശേഖരങ്ങളിലൊന്നാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സോവിയറ്റ് കാലത്തിലെ എഞ്ചിനീയറിംഗ് പാരമ്പര്യത്തെ അവർ അത്യാധുനിക കണ്ടുപിടുത്തങ്ങളുമായി സംയോജിപ്പിക്കുന്നു. നവീകരിച്ച ഖര ഇന്ധന ICBMകൾ മുതൽ അവാൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ വരെയുള്ള പുതിയ തലമുറ സംവിധാനങ്ങളാണ് റഷ്യയ്ക്കുള്ളത്. സ്ട്രാറ്റജിക് റോക്കറ്റ് ഫോഴ്സ് റഷ്യയുടെ ആണവ പ്രതിരോധ സംവിധാനത്തിന് നട്ടെല്ലാണ്. ഭൂഖണ്ഡാന്തര ഇടത്തരം ശ്രേണികളുള്ള ലാൻഡ് ബേസ്ഡ് മിസൈൽ സംവിധാനങ്ങളാണിവ. സോവിയറ്റ് യൂണിയനും പിന്നീട് റഷ്യയും മിസൈൽ രൂപകൽപ്പന പ്രവർത്തനങ്ങൾ നിരവധി എഞ്ചിനീയറിംഗ് ബ്യൂറോകളിൽ നടത്തുന്നുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. വ്യത്യസ്ത സംവിധാനങ്ങൾ പരസ്പരം സഹകരിച്ച് സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. നിലവിൽ റഷ്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും ആധുനികവൽക്കരിച്ച കേന്ദ്രങ്ങളിലൊന്നാണ് RVSN. അതിൻ്റെ മിസൈൽ സംവിധാനങ്ങളിൽ 95%-ലധികവും പുതിയതോ ഏറ്റവും പുതിയ നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്തവയോ ആണ്. റഷ്യയുടെ തന്ത്രപരമായ സേനകൾ പരസ്പരം ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിൽ ലാൻഡ് ബേസ്ഡ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈൽ, അന്തർവാഹിനികൾ, ബോംബറുകൾ, ബഹിരാകാശ സ്ഥാപനങ്ങൾ എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. RVSN സുരക്ഷിതമായൊരു സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉറപ്പു നൽകുന്നു. നാവികസേന ആഗോളതലത്തിൽ എത്തിച്ചേരാനും അതിജീവന ശേഷിയും നൽകുന്നു. കൂടാതെ വ്യോമസേന സൈന്യത്തിന് വഴക്കം നൽകുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സിഗ്നൽ നൽകാനും ആക്രമണം തടയാനും അല്ലെങ്കിൽ തിരിച്ചടിക്കാനും ഇതിലൂടെ കഴിയുന്നു. ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകളിൽ സ്വയം ഏർപ്പെടുത്തിയ മൊറട്ടോറിയം ഉപേക്ഷിക്കാനുള്ള 2025 ഓഗസ്റ്റിലെ റഷ്യയുടെ തീരുമാനം ഏറെ നിർണായകമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഓറഷ്നിക് പോലുള്ള സംവിധാനങ്ങൾ പ്രധാന പ്രവർത്തനങ്ങൾക്കായി വിന്യസിക്കുന്നതിന് ഇതിലൂടെ സാധിക്കുന്നു. ഇത് യൂറോപ്പിലേക്കും അതിനപ്പുറത്തേക്കും തന്ത്രപരമായ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്നു.